Hello, welcome to my channel. നമ്മൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്വീറ്റ് ഹെൽത്തി റെസിപ്പിയാണ്. നമുക്ക് എല്ലാവർക്കും ജെല്ലി ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം കഴിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ജെല്ലി നമുക്ക് ചുറ്റും കിട്ടുന്ന ഒരു സംഭവത്തിന് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മുടെ കറ്റാർവാഴ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3-4 തണ്ട് കറ്റാർവാഴ, പഞ്ചസാര, വെള്ളം, ഫുഡ് കളർ, ചൈന ഗ്രാസ്, നാരങ്ങനീര്, വാനില എസൻസ് ഇത്രയാണ് ആവശ്യം. കറ്റാർവാഴ നമുക്ക് എത്ര അളവാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത്ര അളവ്. പഞ്ചസാര 1 കപ്പ്. നമ്മൾ കറ്റാർവാഴയുടെ തണ്ടെടുത്ത് അതിൻ്റെ പൾപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ കത്തി ഉപയോഗിച്ച് അതിൻ്റെ തോല് കളഞ്ഞ് നമുക്ക് പൾപ്പ് എടുക്കാം. അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ പറ്റുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ട് തോല് കളഞ്ഞ് പൾപ്പ് മാത്രമായിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ പൾപ്പിനെ നമ്മൾ ചെറിയ പീസസ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം പൾപ്പ് മാത്രമായിട്ട് എടുക്കണം. നമുക്ക് എല്ലാ പീസിൻ്റെയും എല്ലാ കറ്റാർവാഴ തണ്ടിൻ്റെയും ഇങ്ങനെ പൾപ്പ് മാത്രമായിട്ട് എടുക്കണം. നമ്മൾ പൾപ്പ് മാത്രമായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയാണ് വേണ്ടത്. നമുക്ക് പശയൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഇനി അടുത്തത് ഇതിൻ്റെ പശ കളയാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക. അതിന് മുന്നേ എല്ലാ വാഴയുടെ പൾപ്പും നമ്മൾ ചെറിയ പീസാക്കുക. നമ്മളിലുണ്ടായിരുന്ന 2-3 തണ്ട് നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസാക്കി. ഇനി ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് ആ പശയും കളയാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് നമ്മൾ പൈപ്പ് അങ്ങ് തുറന്നിട്ട് കുറേ വെള്ളത്തിൽ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റോളം അല്ലെങ്കിൽ എത്ര നേരമാണോ വെച്ചിട്ട് കറ പോകുന്നത് അത്രയും നേരം വെള്ളത്തിൽ ശരിക്കിട്ട് കഴുകി എടുത്ത് അതിൻ്റെ ആ പശയും ഇതാ കണ്ടോ ഫസ്റ്റുള്ള പശയാണ് ഇതൊക്കെ. ആ പശയും കറയൊക്കെ കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതാ കറ്റാർവാഴ കംപ്ലീറ്റ് അതിൻ്റെ പശയും കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരല്പം ചൈന ഗ്രാസ്, വെജിറ്റേറിയൻ ചൈന ഗ്രാസ് എടുത്ത് ഒരല്പം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. നന്നായി അലിഞ്ഞ് അത് കിട്ടുന്ന ഒരു 10 മിനിറ്റ് ഇട്ടാൽ മതി. അത്രേ ആവശ്യമുള്ളൂ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും അതിന് ഒരു മുങ്ങുന്ന വിധത്തിൽ 1.5 കപ്പ് വെള്ളം ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഫുള്ള് പഞ്ചസാര അതിലൊന്ന് അലിഞ്ഞ് റെഡിയാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏകദേശം എല്ലാ പഞ്ചസാരയും നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. അത് തന്നെ അലിഞ്ഞ് എല്ലാം കറക്റ്റ് ഇതിൽ അലിഞ്ഞ് കിട്ടിക്കോളും നമുക്ക്. എനിക്ക് തോന്നുന്നു ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മളുടെ കറ്റാർവാഴ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറ്റാർവാഴ ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. കറ്റാർവാഴ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങനീരിൽ ഒരു 2 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിവിടെ ഐസ് ക്യൂബ് ചെയ്യുന്ന ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ ഇഷ്ടത്തിന് ഫുഡ് കളർ ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കളറ് കൊടുത്തില്ല എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടിത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ഡൂപ്പർ ജെല്ലി റെഡിയായി കിട്ടും. ജെല്ലി കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും വളരെ ഇഷ്ടമാണ്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും പേടിക്കാനില്ല. നമ്മൾ സാധാരണ ജെല്ലി കഴിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ജെല്ലിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ ഒത്തിരി ഭയമായിരിക്കും. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന കറ്റാർവാഴ ഉപയോഗിച്ചിട്ടൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആത്മവിശ്വാസവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് ധൈര്യമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്